എറണാകുളം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥിയുടെ കുടുംബവും സ്കൂൾ അധികൃതരും കളക്ടറേറ്റിലെത്തി എറണാകുളത്തെ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിൽ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, വളരെ ഊർജിതമായി തന്നെ ഇപ്പോൾ ഈ ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ മാതാപിതാക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നത് പുരോഗമിക്കുന്നത്? സ്വാതി, അല്പനേരം മുൻപാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഒപ്പം തന്നെ സ്കൂൾ അധികൃതരും ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ നടക്കുന്നത്, അതായത് മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലാണ് ഈ മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെയാണ് നേരിട്ടെത്തി മൊഴിയെടുക്കുന്നതും. മാതാപിതാക്കൾക്ക് നിരവധി പരാതികൾ ഈ മിഹിർ അഹമ്മദിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സ്കൂളിനെതിരെയും ഒപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരെയും ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നീതി തങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൂടി ഈ സംഭവം പരിശോധിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും നടത്തിയിരുന്നു. ഒട്ടും ദിവസം വൈകാതെ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാതാപിതാക്കളുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആക്ഷേപങ്ങളാണ് നേരത്തെ മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്നത്. കുട്ടിയുടെ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ആരോപണം. ക്രൂരമായ റാഗിങ്ങിന് മിഹിർ അഹമ്മദ് സ്കൂളിൽ വിധേയമായി എന്നുള്ളത് മാതാപിതാക്കൾ ആരോപിക്കുന്നു. മാത്രമല്ല, മാനേജ്മെന്റ് ഇത് മറച്ചുവെക്കാനുള്ള ഒരു നീക്കം മാത്രമായിരുന്നു ആദ്യഘട്ടം മുതൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ അധികൃതരെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മിഹിർ അഹമ്മദിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണവും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജെംസ് ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസ് ജെംസ് ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പോലീസ് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഹാജരാകാനാണ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വൈസ് പ്രിൻസിപ്പളുടെ മൊഴി നേരത്തെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നതാണ്. എന്തായാലും ഈ മിഹിർ അഹമ്മദിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് കാരണമായിരിക്കുന്ന ഒരു ഘടകം ജെംസ് ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളാണെന്നുള്ള ആരോപണം തന്നെയാണ് കുടുംബവും ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ഒപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും ചേർന്നായിരുന്നു ഈ കുട്ടിയുടെ ആത്മഹത്യയ്ക്ക് കാരണമായ സംഭവങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അന്വേഷണം എറണാകുളം ജില്ലാ കളക്ടറേറ്റ് ഓഫീസിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നതും. സ്വാതി. ശരി സഹിൻ.